നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട്ടിൽ സ്ത്രീയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് വീടിനെ സ്വർഗതുല്യം ആക്കുന്നവൾ. നമ്മുടെ വീടുകളിൽ സ്ത്രീകളുടെ ദുരിതങ്ങൾ മാറുവാനും സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ണുനീര് മാറുവാനും അതുപോലെ അവരുടെ മനസ്സ് നൊന്താൽ ആ കുടുംബത്തെ തന്നെ അവരുടെ ആ സങ്കടം അല്ലെങ്കിൽ ആ വേദന ആ കുടുംബത്തെ ബാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇനി പറയുന്ന ഈ ചില കാര്യങ്ങൾ സ്ത്രീകൾ അവരവരുടെ വീടുകളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിലുള്ള ദാരിദ്ര്യം ഇല്ലാതാകുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ദൈവാധീനം കൂടുകയും അതുവഴി സകല ഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീടുകളിൽ നമ്മുടെ സ്ത്രീകൾ എല്ലാ ജോലികളും കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗദുരിതങ്ങൾ അകലും, അതുപോലെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നതാണ്. അതിൽ ഒന്നാമത്തത് അഴുക്ക് വസ്ത്രങ്ങൾ വീടിനുള്ളിൽ കൂട്ടിയിടാതിരിക്കുക എന്നതാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവിടെയും ഇവിടെയും വാരി വലിച്ചിടാതെ വൃത്തിയായി അലക്കി മടക്കി വെച്ചു എന്ന് ഉറപ്പുവരുത്തുക. ചില വീടുകളിൽ നാം ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും, നമ്മൾ ഇട്ടിരുന്ന വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ച് ടേബിളിൻ്റെ പുറത്തും ഡെസ്കിൻ്റെ പുറത്തുമൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നത് കാണാം. അത് നെഗറ്റീവ് ഊർജമാണ് ആ വീട്ടിന് തരുന്നത്. അതുവഴി ആ വീട്ടിൽ താമസിക്കുന്നവർക്കും പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരാൻ സാധ്യമുണ്ട് എന്നതാണ്. ആയതിനാൽ അന്നന്ന് ഉള്ള വസ്ത്രങ്ങൾ, ധരിച്ച വസ്ത്രങ്ങൾ നമ്മൾ കുളിക്കുമ്പോൾ തന്നെ വൃത്തിയായി കഴുകി മടക്കി സൂക്ഷിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ച എച്ചിൽ പാത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ നൈറ്റ് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അടുക്കള ശുദ്ധമാക്കി വെക്കേണ്ടതാണ്. കാരണം ഒരു വീട്ടിൽ ആദ്യം ഉണരുന്നത് സ്ത്രീകളാണ്. രാവിലെ അടുക്കളയിൽ വരുമ്പോൾ അത് നെഗറ്റീവ് ഊർജമാണ് തരുന്നത്. അത് നൈറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ കഴുകുകയോ അല്ലെങ്കിൽ കഴിച്ചവരെ കൊണ്ട് തന്നെ കഴുകി വയ്ക്കാൻ പറയുകയോ ചെയ്യേണ്ടതാണ്. ഒരു വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് ക്ഷേത്ര തുല്യമാണ്. ദിവസവും യാഗം നടക്കുന്ന ഒരു യജ്ഞശാലയാണ് അടുക്കള എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന പല വസ്തുക്കളും അടുക്കളയിലുണ്ട്. മഞ്ഞൾ, ഏലക്ക, ഉപ്പ്, അങ്ങനെ പല ഐറ്റംസിലും ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തീർച്ചയായും അടുക്കള ശുദ്ധമായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്തത്, ഒരു സ്ത്രീ അന്നം ദാനം ചെയ്യുക എന്നതാണ്. അന്നം ദാനം ചെയ്യുക എന്നാൽ ഭക്ഷണമെല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ആദ്യം കുറച്ചെടുത്ത് ഒരു ഇലയിലോ ഒരു ചെറിയ പാത്രത്തിലോ വെച്ച് പ്രകൃതിക്ക് കൊടുക്കുക എന്നതാണ്. നാം ഇങ്ങനെ ചെയ്യുമ്പോൾ കാക്കയോ കുരുവിയോ ഉറുമ്പോ നായോ ഭക്ഷിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും എന്നതാണ്. ഒരു നേരത്തെ വിശപ്പ് മാറ്റിയതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് കാക്ക ഭക്ഷിച്ചാൽ ശനിദോഷം മാറും എന്നതാണ്. ശനി എന്ന് പറയുമ്പോൾ ശനിദേവൻ കാക്കയാണ് വാഹനമായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാക്ക ഭക്ഷണം കഴിക്കുമ്പോൾ
നമുക്ക് ശനിപ്രീതി ലഭിക്കും എന്നതാണ്. അതുപോലെ കാക്ക പൃഥുക്കൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുണ്യവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നായയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ആ ഭക്ഷണം കഴിച്ചതിൻ്റെ നന്ദി നമ്മളോട് കാണിക്കും എന്നതാണ്. നമുക്ക് ഒരു കവചമായി എപ്പോഴും ആ നായ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്ത് ആപത്ത് വന്നാലും നമ്മുടെ ആ നായ രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അന്നദാനം മഹാദാനമാണ്. ഒരു കുടുംബത്തിലെ സ്ത്രീ എന്ന് പറയുന്നത് അന്നം ദാനം ചെയ്യുന്നവളായാൽ ആ വീടിന് ഐശ്വര്യവും കീർത്തിയും ദൈവാധീനവും ലഭിക്കുന്നതാണ്. അടുത്തത്, സ്ത്രീകൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ വീട്ടിൻ്റെ മുൻവാതിലിൽ അല്ലെങ്കിൽ മുൻപടിയിൽ ചെരുപ്പുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ അവിടെ നിന്നും അത് മാറ്റി നേര് നടയിൽ നിന്നും മാറ്റി സൈഡിലേട്ട് ഒതുക്കി വയ്ക്കുക എന്നതാണ്. ഒതുക്കി വയ്ക്കുന്നത് നിങ്ങൾ തന്നെ വെക്കണമെന്നല്ല, അതിൻ്റെ ഉടമസ്ഥൻ, ആ ചെരുപ്പിൻ്റെ ആളാരാണോ അവരോട് പറയുക മാറ്റി സൈഡിലോട്ട് മാറ്റി വയ്ക്കാൻ. കാരണം നമ്മുടെ കുലദൈവം അല്ലെങ്കിൽ പരദേവത അല്ലെങ്കിൽ പൃഥുക്കൾ നമ്മുടെ വീട്ടിൽ സഞ്ചാരമുള്ള സമയത്ത് നേർവാതിലിൽ കൂടിയാണ് അവരുടെ വരവും പോക്കുമായിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള വൃത്തിയില്ലാത്ത സാധനങ്ങളോ ചെരുപ്പുകളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായി ഭവിക്കും എന്നതാണ്. നെഗറ്റീവ് വൈബ്രേഷൻ നൽകുന്നതാണ്, നെഗറ്റീവ് ഊർജമാണ് ആ വീടിന് നൽകുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് അത് അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ. അടുത്തത്, ഒരു സ്ത്രീ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ തൻ്റെ കുടുംബദേവത അല്ലെങ്കിൽ പരദേവത ആരാണോ ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ഭഗവതിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങിയാൽ എല്ലാ ദുരിതങ്ങളും അകലുന്നതാണ്. കാരണം നമ്മുടെ കുലദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയെ സാക്ഷാൽ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വീട്ടിലെ സ്ത്രീകൾ അടുക്കും ചിട്ടയുമായി ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ ആ വീട്ടിന് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.